ഞാൻ KMCC തൃക്കരിപ്പൂർ മണ്ഡലം സെക്രട്ടറി ആയിരുന്നു, ദുബായ് KMCCയുടെ. ഞാൻ ഏകദേശം 2010 എൻ്റെ പെങ്ങളെ ഭർത്താവ് കൂടിയിട്ട് ഒരു ഏകദേശം 20 ലക്ഷം രൂപ 4 ഷെയർ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് നൽകിയിരുന്നു, AGC ബഷീറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ട്രസ്റ്റിന്. പക്ഷെ അന്ന് ഇവർ ട്രസ്റ്റ് എന്നല്ല പറഞ്ഞത്, പിന്നെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് കാശ് കൊടുത്തത്. കാശ് കൊടുത്തിട്ട് ഏകദേശം 6 വർഷത്തോളം ഈ പിന്നെ ഇതിനായിട്ട് യാതൊരു രേഖയൊന്നും നമുക്ക് തന്നില്ല. ഞാൻ ഈ AGC ബഷീറിനെ വിളിച്ച് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ പിന്നെ ഇത്രയും വർഷമായിട്ട് യാതൊരു രേഖയും തന്നില്ല 20 ലക്ഷം രൂപക്ക്, നിങ്ങൾ എന്തുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട രേഖ തരാതിരുന്നു എന്ന് വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ ഇത് ചില പ്രശ്നങ്ങളിലെല്ലാം പെട്ടിട്ടുണ്ട്, അതിൽ ഉടനെ ശരിയാവും, അപ്പോൾ നിങ്ങളെ രേഖ ഇതൊക്കെ തരാമെന്ന് പറഞ്ഞു. ഞാൻ വെച്ച് ഈ 6 വർഷമായിട്ട് നമ്മൾക്ക് ലാഭവും തന്നിട്ടില്ല, മുതലും ഇല്ല, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ലാഭവും വേണ്ട മുതലും വേണ്ട, പക്ഷേ ഈ 6 വർഷത്തെ കണക്ക് എന്താണെന്ന് അറിയണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ കണക്ക് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് 6 വർഷമായിട്ട് നിങ്ങളൊരു മീറ്റിംഗ് വിളിച്ചില്ല? ഇത്രയും ആൾക്കാർക്ക് ഏകദേശം 80-ൽ പരം ആൾക്കാരുടെ നിന്ന് 15 കോടി രൂപയോളം ഇവർ സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർക്ക് ഒരു മീറ്റിംഗ് നിങ്ങൾ വിളിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മീറ്റിംഗ് വിളിച്ചിരുന്നു, നിങ്ങളെ ക്ഷണിക്കാൻ മറന്നുപോയതായിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ മീറ്റിങ്ങിൻ്റെ പിന്നെ റിപ്പോർട്ടും അതിൻ്റെ കണക്കും ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടൊക്കെ കാണിച്ചെന്നൂടെ വെച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ എനിക്ക് കാണിച്ചു തന്നില്ല. പക്ഷെ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ, ഞാൻ പിന്നെ ഈ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനായതുകൊണ്ട് ഇതൊരു പ്രശ്നമാക്കേണ്ട നല്ല ഉദ്ദേശത്തിൽ ഞാൻ പ്രാദേശിക ലീഗ് നേതാക്കളോടും മറ്റ് KMCC നേതാക്കളൊക്കെ ഈ വിഷയം പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് തന്നെ ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ 2016 മുതൽ ഞാൻ ഇതിൻ്റെ പിന്നിൽ പിന്നെ പാർട്ടി നേതൃത്വമായിട്ടുള്ളവർക്ക് ബന്ധപ്പെട്ടു. പക്ഷേ അവരൊന്നും ഒരു വലിയ താല്പര്യം ഇതിൽ കാണിക്കുന്നില്ല. എല്ലാവരും ഇവരെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്, ഇരകളെ കൂടെ ആരും നിൽക്കുന്നില്ല. അപ്പം ഞാൻ പിന്നെ 2016 ഇവർ എന്നോട് അവധി പറഞ്ഞു, 1 വർഷം അവധി പറഞ്ഞു. 1 വർഷം കൊണ്ട് നിങ്ങൾ പൈസ തരാം. ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ വേണ്ട, എനിക്ക് കണക്ക് വേണം. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കണക്ക് കാണിച്ചു തരണം, അല്ലെങ്കിൽ ഉടനെ ജനറൽ ബോഡി വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഉടനെ ജനറൽ ബോഡി വിളിക്കാൻ നിങ്ങൾക്ക് കണക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ 2019 വരെ ഇവർ എന്നെ ഇങ്ങനെ കളിപ്പിച്ച്, അതായത് ഒരു ജനറൽ ബോഡിയും വിളിച്ചില്ല, ഒരു പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കണക്കും കാണിച്ചതില്ല. അങ്ങനെ ഇത് ഞാൻ തെരുവിൽ വലിയ പ്രശ്നം ആക്കുന്നില്ല രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ ഇത് വലിയ ഇഷ്യൂ ആയി. അപ്പം പിന്നെ പ്രാദേശിക നേതാക്കൾ ഇടപെട്ടിട്ട് ഒരു ചർച്ച വെച്ചു ലീഗ് ഓഫീസിൽ. അപ്പം അതിൽ പറഞ്ഞു, 1 കൊല്ലം കൊണ്ട് നിങ്ങളെ പൈസ തിരിച്ചു തരാമെന്ന്. അങ്ങനെ ഒരു ചെക്കും തന്നു. 2020 ഏപ്രിലേക്ക് ഒരു ചെക്കും തന്നു, 20 ലക്ഷം രൂപൻ്റെ ഒരു ഡയറക്ടറുടെ പേരിൽ ഒരു ചെക്കും തന്നു. അങ്ങനെ ആ ടൈമായിട്ടും ഇവർ ചെക്കിന് മുമ്പ് ഡേറ്റിന് മുമ്പേ തന്നെ ഇവരെ വിവരം അറിയിച്ചിരുന്നെങ്കിലും ആ ഡേറ്റിനും ഇവർ കാശ് തന്നില്ല. അപ്പോൾ അവരോട് സമീപിച്ചപ്പം പറഞ്ഞു, ഇപ്പോൾ കൊറോണ ആണ്ടെന്ന് കുറച്ചും കൂടി അവധി വേണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ കൊറോണയ്ക്ക് 1 മാസം അവധി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് റംസാനാണ്, കുറച്ചും കൂടി നീട്ടിത്തരണം എന്ന് പറഞ്ഞ് വീണ്ടും അവധി കൊടുത്തു. അതിന് ശേഷവും ഇവർ യാതൊരു മറുപടിയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ബിസിനസ്സിൽ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായും സഹിക്കാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ കണക്ക് കാണണം, എനിക്ക് പിന്നെ ജനറൽ ബോഡി വിളിക്കണം. പക്ഷേ ഇതിന് അവർ തയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ കാശില്ല. 10-15 കോടിയോളം രൂപ പല ആൾക്കാരുടെ നിന്നും വാങ്ങിച്ചിട്ട് ആർക്കും ഒരു വ്യക്തിക്ക് പോലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കണക്കും കാണിച്ചു കൊടുത്തിട്ടില്ല, ഒരു മീറ്റിംഗ് വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെ കയ്യിൽ കാശുമില്ല. ഇവരെ അക്കൗണ്ടിൽ ഞാൻ ചോദിച്ചു, ഇത് എന്തുകൊണ്ട് ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തു? ബിസിനസ്സിന് വേണ്ടി പണം വാങ്ങിയിട്ട് ഇത് എന്തുകൊണ്ട് ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇത് പിന്നെ ടാക്സിൽ തട്ടിപ്പ് നടത്താൻ, ടാക്സ് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളാരും ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലോ ബിസിനസ്സിൽ ടാക്സ് അടക്കണം നിർബന്ധമാണ്. അപ്പം അത് നമുക്ക് ഹറാമാണ് ടാക്സ് തട്ടിപ്പാക്കൽ. ഞാൻ പറഞ്ഞു, ടാക്സ് തട്ടിപ്പാക്കണം നമ്മളാരും ആവശ്യപ്പെട്ടിട്ടുള്ളൂ, നിങ്ങളിത് പിന്നെ എന്തിനാണ് ഈ ട്രസ്റ്റ് രൂപീകരിക്കേണ്ട ആവശ്യം? അപ്പോൾ ആക്ച്വലി ഇവർക്ക് 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, ടാക്സ് തട്ടിപ്പാക്കാം. 2, പിന്നെ ഇതുമായിട്ട് ആരെങ്കിലും കംപ്ലൈൻറ്റുമായിട്ട് പോകുന്നുണ്ടെങ്കിൽ ട്രസ്റ്റിൻ്റെ മുകളിൽ സംഭാവനയായിട്ടാണ് പോകുന്നത്. ഇവർ അതുകൊണ്ടാണ് യാതൊരു രേഖയും തരാത്തത്. ഞാൻ പറഞ്ഞു, നമ്മൾക്ക് പിന്നെ ട്രസ്റ്റിൻ്റെ പിന്നെ ഡയറക്ടർമാർ ആരാണെന്നറിയില്ല. നമ്മളോട് ആകെ സംസാരിക്കുന്നത് AGC ബഷീറും ബാവ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK ബാവ, ഇവർ 2 ആളുമാണ് എന്നോട് സംസാരിക്കാൻ വന്നത്. എത്ര ഡയറക്ടർമാരുണ്ട്, ആരൊക്കെ ഡയറക്ടർ എന്ന് വെച്ചിട്ട് ഇവർ മറുപടി തരുന്നില്ല, ഇതിൻ്റെ കണക്കും തരുന്നില്ല.
അവസാനം വലിയ ഇഷ്യൂ ആക്കിയിട്ട് ഞാൻ എൻ്റെ നാട്ടിൽ കുറേ ചെറുപ്പക്കാർ മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തകരായിട്ടുള്ള നൂറുകണക്കിന് ചെറുപ്പക്കാർ പിന്തുണ എനിക്കുണ്ടായി. ഞാൻ അവരെ ഉപയോഗിച്ചിട്ട് ശക്തമായി നേരിടും എന്ന ഒരു ഘട്ടം വന്നപ്പോൾ ലാസ്റ്റ് എൻ്റെ പൈസ ഒരു മാസം മുമ്പ് ഈ കഴിഞ്ഞ മാസം തന്നു. ഇതിൽ ഇനിയും 80 പരം ആൾക്കാർക്ക് പൈസ കൊടുക്കാനുണ്ട്. അത് ഏകദേശം ഒരാൾക്ക് 5 ലക്ഷം മുതൽ 60 ലക്ഷം വരെ കൊടുക്കാനുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് 4 മാസം കൊണ്ട് പേയ്മെൻറ്റ് നിങ്ങൾക്ക് മുതൽ ലാഭം തരും. ഇപ്പോൾ ഈ കമറുദ്ദീൻ്റെ പ്രശ്നം വന്നതിന് ശേഷം ഇവരിപ്പോൾ ആകെ ഒരു ബേജാറിലില്ല. അപ്പം 4 മാസം കൊണ്ട് നിങ്ങളെ മുതലും ലാഭവും തരും, അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. അതൊരു ഐഡിയ ആണ്. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രം മാത്രമാണ്, അത് എനിക്കറിയാം. പക്ഷെ മാത്രമല്ല ഈ കോളേജിന് വാങ്ങിയ പൈസ ഇത്രയും കയ്യിൽ വെച്ചിട്ട് 10 വർഷമായി ഇവരെ കയ്യിൽ. ശരിക്കും അത് ഒരു 3 ഇരട്ടി വർദ്ധിക്കേണ്ട സമയമായി. ഇവരെ അക്കൗണ്ടിൽ യാതൊരു എമൗണ്ടും ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ പൈസ എവിടെ പോയി? ഈ പൈസക്ക് ഇതുവരെ ഇവരൊരു കോളേജിൻ്റെ ഒരു കെട്ടിടം പണിതിട്ടില്ല, യാതൊരു സ്ഥലമൊന്നും വാങ്ങിയിട്ടില്ല. ആകെ ഒരു സ്ഥലം വാങ്ങിച്ച് 35 ലക്ഷം രൂപക്കാണ്. ബാക്കി ഈ പണം എവിടെ പോയി? എൻ്റെ പൈസ കിട്ടി, എന്നിരുന്നാലും എനിക്ക് യാതൊരു ഉറപ്പില്ല ഈ നിക്ഷേപകരുടെ പൈസ തിരിച്ചു കിട്ടുന്നില്ല. അതുകൊണ്ട് പൊതുജനങ്ങൾ മൊത്തത്തിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിലും അല്ലെങ്കിൽ കാസർഗോഡ് പൊതുജനങ്ങൾ മൊത്തത്തിൽ ഇവർക്കെതിരായിട്ട് തിരിഞ്ഞിട്ടില്ല. എന്തായാലും ശക്തമായ ഒരു ജനമുന്നേറ്റം ഉണ്ടാവും. ഇതിൽ പണം കൊടുത്ത മുഴുവൻ ആൾക്കാരും ലീഗിൻ്റെ പ്രാദേശിക നേതാക്കളും അതുപോലെ സജീവ പ്രവർത്തകരുമാണ് ഇതിന് പണം കൊടുത്ത ആൾക്കാർ. വലിയ നേതാക്കളുണ്ട് ഇതിൽ 10ഓളം ഡയറക്ടർമാരുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞതെങ്കിലും നമ്മൾക്ക് ആർക്കും ഇത് 10 ആൾ ആരാണെന്ന് അറിയില്ല. എങ്കിലും ഇതിൻ്റെ മുൻനിരയിലുള്ള ഇത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, MLA MC കമറുദ്ദീൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി തൃക്കരിപ്പൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ബാവ, വലിയോറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ. ഇത്രയും ആൾക്കാരെ മാത്രമേ ഇപ്പം സജീവമായിട്ട് ആൾക്കാർക്ക് അറിയുകയും ചെയ്യും.